എന്തുകൊണ്ടാണ് നമ്മൾ ഈ യുവാക്കളില് ഇപ്പൊ ഫാറ്റി ലിവർ പോലുള്ള സംഭവങ്ങൾ കൂടെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വെളുപ്പിനെ 3 മണി വരെയും 4 മണി വരെയുള്ള ഹോട്ടലുകൾ വിജയിക്കുന്നത്? അതുകൊണ്ടാണ് യുവാക്കളിൽ ഫാറ്റി ലിവറും PCOS ഒക്കെ കൂടുന്നത്. ഇപ്പം ഞാൻ കൊച്ചിയിൽ വന്നാൽ കൂടുതൽ ടൈമും സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ മറൈൻ ഡ്രൈവിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ്. അവിടെ നമ്മൾ മൂത്രം ഒഴിക്കാൻ രാവിലെ 3 മണിക്ക് ഇറങ്ങി ജനലിൽ കൂടെ നോക്കുമ്പോഴും അവിടുത്തെ എല്ലാ കടകളും ഫുള്ളാണ്. മനസ്സിലായില്ലേ? ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇതിനുള്ള ഉത്തരം. യുവാക്കളിൽ ഫാറ്റി ലിവറും PCOSും ഡയബറ്റിക്കും കൂടുന്നതിന്റെ കാരണം യുവാക്കളുടെ കയ്യിലിരിപ്പാണ്. ഒരു സംശയമില്ല. ഞാൻ ഉൾപ്പെടുന്നതാണല്ലോ. ഞാൻ ഇതിനെപ്പറ്റി മാറി എന്നല്ല പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് അല്ലേ? കാക്കനാട് രാത്രിയിൽ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കും പോയാൽ പകലാണോ രാത്രിയാണോ നമുക്ക് സംശയം വരും. ഇല്ലേ? നൈറ്റ് ലൈഫ് കൂടുന്നു. മറൈൻ ഡ്രൈവിൽ പോവാം. നമുക്ക് എങ്ങോട്ട് വെള്ളം കൊച്ചിയുടെ പല സ്ഥലങ്ങളും ഓണാണ്. ആ നൈറ്റ് ലൈഫ് കൂടുന്നതിന്റെ പരിണിത ഫലമാണ് പകൽ ആശുപത്രി പോയിരിക്കേണ്ടത്. അത് ലൈഫ് സ്റ്റൈലാണ്. അത് എവിടെ കറക്റ്റ് ചെയ്യണം? ഇത് വൺസ് ഇൻ എ വൈലാണോ അതോ ഡെയിലി ആണോ? നിങ്ങൾ പുറത്തു പോയിട്ട് എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, നൈറ്റ് ലൈഫ് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി വേറെന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഫാറ്റി ലിവർ റിവേഴ്സിബിൾ ആണ്, PCOS റിവേഴ്സിബിൾ ആണ്. ആര് തീരുമാനിച്ചാൽ? അവര് തീരുമാനിച്ചാൽ. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് വന്ന് PCOSും ഫാറ്റി ലിവറും വണ്ണം കുറയ്ക്കാനൊക്കെ ഉള്ളവർ 100% റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. ഞാൻ അവരിപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ ഒന്ന് കൺസൾട്ട് ചെയ്യാനിരുന്നാൽ നിങ്ങളെ ഞാൻ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ച് ഇന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ ഇന്ന ഡയറ്റും ചെയ്യാൻ പറയും, കുറച്ച് സപ്ലിമെന്റ്സും തരും. വർക്ക് ചെയ്യുന്നതും റിസൾട്ട് ഉണ്ടാക്കുന്നതും ഞാനല്ല. വർക്ക് ചെയ്യുന്നതും റിസൾട്ട് ഉണ്ടാക്കുന്നതും നിങ്ങളാണ്.